മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്ക് ആയിരുന്നു. ഏപ്രിൽ 28 തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒക്ടോബർ 3 വരെ നിൽക്കുന്നതുമായിരിക്കും. ഇതിനിടയ്ക്ക് ജൂലൈ 13 ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ 3 വക്രഗതിയിൽ തന്നെ വീണ്ടും പൂരുരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും. ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 6, 7 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. ശനി 8ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി 10ാം ഭാവത്തിലും 7ാം ദൃഷ്ടി 2ാം ഭാവത്തിലും 10ാം ദൃഷ്ടി 5ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 6ാം ഭാവാധിപൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. ഏപ്രിൽ 28 മുതൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ശനി അതിബലവാനായിട്ടാണ് ഇരിക്കുന്നത്. 6ഉം 8ഉം ഭാവങ്ങളുടെ നെഗറ്റീവ് ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ 2 ഭാവങ്ങളുടെയും പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ശനി 7ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ശനി ഇതുവരെ നിന്നിരുന്നതും 7ാം ഭാവത്തിലായിരുന്നു. ഈ സമയത്ത് ചിലർക്ക് ബിസിനസ്സിൽ നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കാണും. പല കാര്യങ്ങളിലും തടസ്സങ്ങളെ നേരിടേണ്ടി വന്നു കാണും. ആ സമയത്ത് പലരും പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിച്ചു കാണും. പലരും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചും ആഗ്രഹിച്ചു കാണും. ഇങ്ങനെയുള്ളവർക്കൊക്കെ ശനി 7ൽ നിന്നും രാശി മാറുന്നതും വിപരീത രാജയോഗം നിർമ്മിക്കുന്നതും ഈ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ സഹായിക്കുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. 7ൽ ശനി നിന്ന സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എങ്കിൽ ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസായി ചിന്തിക്കുന്നതും അതനുസരിച്ച് തീരുമാനങ്ങളെടുത്ത് കടങ്ങൾ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും. ഇത് കാരണം മനഃശാന്തിയും അനുഭവപ്പെടുന്നതായിരിക്കും. നേരത്തെ ധനനഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം തിരിച്ചു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. കോർട്ട് കേസുകളുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രം റീകൺസ്ട്രക്ഷൻ, സെൽഫ് അസസ്മെൻറ്റ് എന്നിവയുമായിട്ടും കണക്ഷനുള്ളതാണ്. നേരത്തെ പ്രശ്നങ്ങൾ വരാൻ എന്തായിരുന്നു കാരണം, എവിടെ എങ്ങനെയായിരുന്നു തെറ്റുപറ്റിയത് എന്നതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കുന്നതും അത് കറക്റ്റ് ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ ഈ വക കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടി ഡീലിംഗ്, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽ, ട്രാൻസ്പോർട്ട്, ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നീ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിങ്ങം രാശിക്കാർക്ക് ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറി നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും.
കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി എല്ലാം പൂർണ്ണമാകുന്നതുമായിരിക്കും. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ഏതെങ്കിലും കാര്യം ഈ സമയത്ത് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. വളരെ കാലമായി ഉള്ള ഏതെങ്കിലും രോഗങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും. ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 10-ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ മിത്രം ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള ഇടവം രാശിയാണ്. ശനി കർമ്മത്തിൻ്റെ കാരകനും ഉത്രട്ടാതി നക്ഷത്രം പരിവർത്തനം, റീകൺസ്ട്രക്ഷൻ എന്നിവയുടെയും കാരകനാണ്. ഇങ്ങനെയുള്ള ശനിയുടെയും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും പ്രഭാവങ്ങൾ അടുത്ത 6 മാസത്തോളം നിങ്ങളുടെ 10-ാം ഭാവത്തിൽ പതിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് പല പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം പ്രതീക്ഷിച്ചതിലും അധികം നേട്ടങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫലങ്ങൾ ലഭിക്കുന്നത് അല്പം സ്ലോയിലായിരിക്കും. കാരണം ശനി എപ്പോഴും സ്ലോയിലായിരിക്കും ഫലങ്ങൾ നൽകുന്നത്. പക്ഷേ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കും. ഉദ്യോഗത്തിലുള്ളവർക്ക് ട്രാൻസ്ഫർ ലഭിക്കാനോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ സെക്ഷനോ ഒക്കെ ചേഞ്ച് ആകാനോ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി മനസ്സിലാക്കി അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത് പ്രയോജനകരമായിരിക്കും. ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നന്നായി ശ്രമിച്ചാൽ കൂടിയ പാക്കേജോടുകൂടി പല ഓഫറുകളും ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ ധൃതി പിടിച്ചെടുക്കുവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്യണം. അതിൻ്റെ വരും വരായികകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. വ്യാപാരി വ്യവസായികൾ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം പരിവർത്തനങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കോമ്പറ്റീറ്റേഴ്സിനെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളാണല്ലോ ഉള്ളത്. ശനി ഈ സമയത്ത് 2 പാദങ്ങൾ പോലും മുഴുവനും സഞ്ചരിക്കുന്നതല്ലായിരിക്കും. 2-ാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ശനി വക്രഗതിയിലാകുന്നതായിരിക്കും. ഏപ്രിൽ 28-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നവാംശകം ചാർട്ട് അനുസരിച്ച് ശനി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങം രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ 1-ാം ഭാവമാണ്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ചിന്താശക്തിയിൽ അനുകൂല പരിവർത്തനങ്ങൾ വരുന്നതുമായിരിക്കും. അത് കാരണം ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഉചിത പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഇത് സാമ്പത്തിക പ്രശ്നമോ ആരോഗ്യ പ്രശ്നമോ കുടുംബ സംബന്ധമായ പ്രശ്നമോ പ്രൊഫഷണൽ രംഗത്തുള്ള പ്രശ്നമോ ഒക്കെ ആകാം. അടുത്ത 6 മാസം നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളും പുനരാരംഭിക്കുന്നതായിരിക്കും. ജൂൺ 6-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. നവാംശകം ചാർട്ടിൽ ശനി കന്നി രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. ഇത് നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവമാണ്. ഇവിടെ ശനിയുടെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ധനസ്ഥാനത്ത് ശനി, ഉത്രട്ടാതി നക്ഷത്രം, ബുധൻ എന്നിവയുടെ പ്രഭാവം സാമ്പത്തികപരമായി പല പരിവർത്തനങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും. കൂടുതലും ചിങ്ങം രാശിക്കാർ കഴിഞ്ഞ കുറച്ച് സമയമായി സാമ്പത്തികപരമായി പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. ഈ സമയത്ത് ഇതിൻ്റെ എല്ലാം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതാണ്. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും. മറ്റുള്ള പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. ശനിയുടെ 10-ാം ദൃഷ്ടി നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. 5-ാം ഭാവം സന്താനം, വിദ്യാഭ്യാസം, ലവ് റിലേഷൻ, ക്രിയേറ്റിവിറ്റി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഇവിടെ ഉത്രട്ടാതി നക്ഷത്രം, ശനി, ഗുരു എന്നിവയുടെ എനർജി ഉണ്ടാകുന്നത് കാരണം 5-ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്.
സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, ദാമ്പത്യം, സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആകാം. വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും. 5ാം ഭാവം ലവ് റിലേഷനുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് ലവ് റിലേഷനിലുള്ളവർ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുന്നതും അതനുസരിച്ച് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള ചിങ്ങൻ രാശിക്കാർക്ക് ശനിയുടെ ഈ നക്ഷത്രമാറ്റം വളരെയധികം ആശ്വാസം നൽകുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.